UK വരിക, നമ്മൾ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി നേടുക, 5 കൊല്ലം മുന്നോട്ട് പോവുക, അതിനുശേഷം PR എടുക്കുക, സെറ്റിൽ ചെയ്യുക. ഇത് തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുള്ള 90% ആൾക്കാരുടെയും മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു ജോലിയിൽ കയറിയിട്ട് 4 വർഷം തികഞ്ഞു. ഇന്ന് 4 വർഷം തികയാണ്. അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോലിയിൽ ഞാൻ കയറിയിട്ട് ഇന്ന് 4 വർഷം തികഞ്ഞു. ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പം ഈ ഇടയായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പിള്ളേർ സ്റ്റുഡൻസായിട്ട് വന്നവർ പലരും ഇവിടുന്ന് തിരിച്ചു പോകുന്നു, വിസയുടെ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്നുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ളവർക്കും അല്ലെങ്കിൽ മുന്നോട്ട് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ ജോലി കിട്ടിയതും ഈ പറയുന്ന പോലെ അത്ര എളുപ്പം കയ്യിൽ വന്ന് കയറിയ ഒരു കാര്യമല്ല. വന്ന കാലം മുതൽ ഏതാണ്ട് ഒരു 800-ൽ പുറത്ത് ആപ്ലിക്കേഷൻസ് ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഞാനിവിടെ വരുന്നതിന് മുന്നേ എനിക്ക് ഫീൽഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫീൽഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ആ ഫീൽഡിൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ വന്നതിനൊക്കെയാണ് മനസ്സിലായത്. ഇവർക്ക് വേണ്ടുന്ന ഇവിടുത്തെ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് വേറെയുണ്ട്, കുറേ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എന്താ പറയുക, ഈ നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻസിൽ ഇപ്പം ഈ 800 ആപ്ലിക്കേഷൻസ് അയക്കുമ്പോഴും അടുത്ത ദിവസങ്ങളിൽ രാവിലെ ആകുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് സെലക്ടഡ് ദിസ് ടൈം എന്നും പറഞ്ഞിട്ടുള്ള റിപ്ലൈ ഇമെയിലുകൾ കണ്ട് മടുത്തിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴും നമുക്കിവിടെ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചിലവുകൾ കഴിച്ചു കൂട്ടാനായിട്ട് നാട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേജ് ഇല്ല. അപ്പം പാർട്ട് ടൈം ജോബിന് പോവുക, യൂണിവേഴ്സിറ്റി മുന്നോട്ട് കൊണ്ടുപോവുക, ഈ പറയുന്ന ജോലി തിരക്കി നടക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് വെക്കുക എന്ന് വേണ്ട സകല കാര്യങ്ങളും, അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, നമ്മളുടെ ജോലിക്ക് വേണ്ടുന്ന സർട്ടിഫിക്കേഷൻസ് എടുക്കുക, ഇങ്ങനെ ഒരു 100 കടമ്പകൾ നമുക്കിതിൻ്റെ പിറകിലുണ്ട്. അത് 1 ബൈ 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് തീർത്തിട്ടാണ് എനിക്ക് ജോലിയിൽ എനിക്ക് എത്താൻ പറ്റിയത്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഈ അയച്ച 800 ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിൽ ഒരു ആപ്ലിക്കേഷൻ, അത് എന്താ പറയുക, ദൈവം ഒപ്പിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ ലെറ്ററും വെച്ച് വിടുന്ന ഒരു ആപ്ലിക്കേഷൻ പോലെ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്തുണ്ടാവും. പക്ഷേ അത് എപ്പോഴാണ്, ഏത് സമയമാണ് നമ്മളിലോട്ട് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ജോലിയിൽ HR എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആപ്ലിക്കേഷൻ അയച്ച് ആ ആപ്ലിക്കേഷൻ കണ്ടിട്ട് അവിടുത്തെ കമ്പനി HR എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ കിട്ടിയിട്ടില്ല. ആദ്യത്തെ 3 പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് എന്നെ കിട്ടുന്നത്. ആദ്യത്തെ പ്രാവശ്യം കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനൊരു പാർട്ട് ടൈം ജോബായിട്ട് ഒരു കടയിൽ നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ സിഗ്നലില്ല, കോൾ വരുന്നത് അറിയത്തില്ല. അന്ന് കോൾ വന്നത് അറിയുന്നില്ല. വൈകുന്നേരം ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ ചെന്നപ്പോഴാണ് മിസ് കോളിൻ്റെ നോട്ടിഫിക്കേഷൻ ഫോണിൽ കണ്ടത്. അന്ന് ഞാനത് മൈൻഡാക്കിയില്ല. അടുത്ത ദിവസവും ഇതേപോലെ തന്നെ ഷിഫ്റ്റിന് നിൽക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് അതേ സമയത്ത് ഇവരെന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു, അറിയുന്നില്ല. വൈകുന്നേരം ആസ് യൂഷ്വൽ വീട്ടിൽ ചെന്നപ്പോഴാണ് വീണ്ടും നോട്ടിഫിക്കേഷൻ. അങ്ങനെ 2 ഫോൺ നമ്പറും കൂടെ നോക്കിയപ്പോൾ 2 മാച്ച് ആയ കാരണം ഞാനതിലൊരു കെയർ വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം 3-ാമത്തെ ദിവസം ഞാൻ ഷിഫ്റ്റിന് പോകാതെ വീട്ടിലിരുന്നു. അങ്ങനെ എനിക്ക് 3-ാമതും അവരുടെ കോള് വന്നു. അവർക്ക് വേണമെങ്കിൽ 2 വട്ടം വിളിച്ച് കിട്ടാഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്യായിരുന്നു, അവരത് ചെയ്തില്ല. അങ്ങനെ 3-ാമത് തന്നെ വിളിച്ചപ്പോൾ കിട്ടുന്നു. ആ വിളിയിൽ ഏകദേശം ഒരു CV സെലക്ഷന് വേണ്ടിയിട്ടുള്ള HR കോൺടാക്റ്റ് ആയിരുന്നു അത്. ഒരു 10-25 മിനിറ്റ് നീണ്ടു നിന്നൊരു കോള്. അവരത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ വെച്ച CVയിൽ വെച്ച ഡീറ്റെയിൽസും നമ്മളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തു, CV സെലക്ട് ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു ഒരു മെയിൽ വരും, ആ മെയിൽ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിനും സ്കെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്നൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് HR മെയിൽ വന്നു. ഇതണക്കൊരു സൂം ഇൻ്റർവ്യൂ അവർ സ്കെഡ്യൂൾ ചെയ്തു. അവരുടെ പാനൽ ഡീറ്റെയിലൊക്കെ തന്നിരുന്നു. എന്നിട്ട് അതിൻ്റെ സൂമിൻ്റെ ഒരു ലിങ്കും അവരെനിക്ക് അയച്ചു. ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ ഇത് കണക്ക് സെയിം ആ സമയത്തിന് മുന്നേ എല്ലാ സെറ്റപ്പും ഒക്കെ ആക്കിയിട്ട് റൂമിലിരുന്നു. പക്ഷേ എനിക്കിതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ല. എന്താ കാരണമെന്നറിയില്ല. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ് ടൈം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ പിന്നെ HR വീണ്ടും കോൺടാക്ട് ചെയ്തു. HR കോൺടാക്ട് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽ അവരുടെ അടുത്ത് പറഞ്ഞു, കണക്ക് എനിക്ക് പറ്റുന്നില്ല, ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്യൂ എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് സാരമില്ല, വിഷമിക്കേണ്ട, നമുക്ക് ഇൻ്റർവ്യൂ റീസ്കെഡ്യൂൾ ചെയ്യാം, പാനലിനെ അവർ അറിയിക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ അവർ പാനലിനെ അറിയിച്ചു. ഇൻ്റർവ്യൂ അവർ വേറൊരു ദിവസത്തേക്ക് മാറ്റി. അതും നമുക്ക് ഫേവറായിട്ടാണ് അവർ നിന്നത്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിന് അവരുടെ ഒരു പാനലിൽ ഒരു 2 പേരുണ്ടായിരുന്നു. ഏകദേശം ഒരു 10, 45, 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു. നമ്മളുടെ മുന്നത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അതൊക്കെയായിരുന്നു അവർ ആ ഒരു റൗണ്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വീണ്ടും ഇത് കണക്ക് സെലക്ട് ആവില്ല എന്നുള്ള കാര്യം അവർ പറയും, HR അറിയിക്കും, മെയിൽ വരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് HRൻ്റെ മെയിൽ വന്നു, സെലക്റ്റഡ് ആണ്. സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് വീണ്ടും അവരടുത്ത ടൈം ചോദിച്ചു. ആ ടൈം എൻ്റെയും കൂടെ ടൈം കൺസിഡർ ചെയ്തിട്ട് അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷേ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവരുടെ കുറച്ചുകൂടി ഒരു വലിയ ടീമിൻ്റെ അടുത്തോട്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല രീതിയിൽ, അതും ഏകദേശം ഒരു 45-50 മിനിറ്റോളം എടുത്തു. നല്ലൊരു റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ എന്ന് വെച്ചാൽ ഞാൻ അപ്പിയർ ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ് അതും നമ്മൾ നേരത്തെ കൂട്ടി വെബ്സൈറ്റിൽ കയറിയിട്ട് അവരെന്താണ് ഏതാണെന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആസ് നേരത്തെ പോലെ തന്നെ അവർ പറഞ്ഞു HR കോൺടാക്റ്റ് ചെയ്യും, റിസൾട്ട് എന്തെന്ന് അവർ അറിയിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ചയോളം കാത്തിരുന്നതിന് ശേഷം മെയിൽ വന്നു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. എൻ്റെ അടുത്ത് ചോദിച്ചു ഓഫീസിലോട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പം എവിടെയാണ് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ അവരൊരു ഡേറ്റ്, എൻ്റെ കൺവിൻസിങ്ങിന് ഒരു ഡേറ്റ് ചോദിച്ചു. ആ ഡേറ്റ് ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു ദിവസം ഉച്ചയ്ക്ക് നവംബർ മാസത്തിലാണ്, എനിക്കൊന്ന് ഫസ്റ്റ് വീക്കിലെങ്ങാണ്ടായിരുന്നു. ഉച്ചയ്ക്കൊരു 2 മണിക്ക് ഇൻ്റർവ്യൂവിന് ടൈം തന്നു. അപ്പം ഞാൻ ഉള്ളത് മാഞ്ചസ്റ്റർ സൈഡിലാണ്, സൗത്ത് സൈഡിലോട്ടാണ് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഏത് രീതിയിലാണ് ഒന്നും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അങ്ങനെ അക്സസ് ചെയ്ത എക്സ്പീരിയൻസും ഇല്ല. ഓക്കെ, ഇൻ്റർവ്യൂവിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം ചെയ്തു. ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. നാട്ടിലൊരു ഇൻ്റർവ്യൂവിന് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ഒരു ഷർട്ടൊക്കെ മേടിച്ചു, പാൻസൊക്കെ മേടിച്ചു, ഷൂ ഒക്കെ മേടിച്ചു. അങ്ങനെ സെറ്റ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ റെഡിയായി. ഞാൻ ഉച്ച സമയത്ത് ഇറങ്ങുന്നത്. അപ്പം നവംബർ മാസം എന്നൊക്കെ പറഞ്ഞാൽ ഉച്ച സമയത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. രാത്രിയാണ് തണുപ്പ് കയറി കൂടുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ ഇറങ്ങി. ഒരു കോട്ട് പോലും എടുത്തിട്ടില്ല, ഒരു ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ഇറങ്ങി, ട്രെയിൻ കയറി റെഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഇതിനിടയ്ക്ക് ഒരു 2 കണക്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റെഡിങ്ങിൽ വന്നു. റെഡിങ്ങിൽ ഞാനൊരു 7 മണി, വൈകുന്നേരം ഒരു 7 മണി സമയത്ത് എന്തോ വന്നു. എൻ്റെ അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് അതാണ്. അപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റെസ്റ്റ് റൂമിലിരിക്കുന്ന കണക്ക്, വെയിറ്റിംഗ് റൂമിലിരിക്കുന്ന കണക്ക് നമുക്ക് അവിടെ ഇരിക്കാം, സമയം കളയാമെന്നൊക്കെയാണ്. അന്നാണ് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. രാത്രി 12 മണിയായപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് വന്നു അവിടെ ബാലൻസ് സ്റ്റേഷനകത്തിരുന്നവരെ ഇറക്കി വെളി വിട്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ രാത്രിയാകുമ്പോൾ സ്റ്റേഷൻ അടയ്ക്കും എന്നുള്ളത്. അങ്ങനെ 12 മണിക്ക് സ്റ്റേഷൻ അടച്ചാൽ പിന്നെ 4 മണിക്ക് തുറക്കത്തുള്ളൂ. ഈ 4 മണിക്കൂർ സമയം ഇതിനകത്ത് ആരെയും ഇരുത്തത്തില്ല. ഒരു കോട്ട് പോലും ഇല്ല. നല്ല സുന്ദരം തണുപ്പ്. വെളിയിലോട്ടിറങ്ങി. വേറെ മാർഗ്ഗമില്ല. 4 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സമയത്തൊക്കെ കടയും കാര്യങ്ങളും അങ്ങനെയൊന്നും കൺമുന്നിൽ കണ്ടില്ല. പിന്നെ എൻ്റെ തൊട്ട് മുന്നിൽ കണ്ട ഒരു ബസ് സ്റ്റോപ്പിൽ, അതൊരു 1 സൈഡഡ് ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഹാഫ് കവേർഡ് ബസ് സ്റ്റോപ്പായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി വിൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടിരുന്ന് ആ കാറ്റിനെ പ്രതിരോധിച്ച് അങ്ങനെ 4 മണിക്കൂർ ആ തണുപ്പത്തിരുന്നു. എന്താ പറയുക, തണുത്ത് മരവിച്ചൊരു പരുവത്തിലിരുന്നു. അത് കഴിഞ്ഞ് 4 മണിക്ക് സ്റ്റേഷൻ തുറന്നപ്പോൾ അകത്ത് കയറി എൻ്റെ ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിൻ കയറി. നമ്മൾ ഗൂഗിൾ ഇതിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ആണ്, അവിടെ എത്തണം. ആ ബസ് സ്റ്റോപ്പിലെത്തി. ഒരു ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ഓഫീസിൻ്റെ സൈഡിലോട്ട് പോകുന്ന ഒരു ബസ്സിൻ്റെ സമയം നോക്കി അതിനകത്ത് കയറി. എനിക്കറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം ഡ്രൈവറോട് സംസാരിച്ചു, അടുത്തിരുന്ന ആളോട് സംസാരിച്ചു. അങ്ങനെ ഒരു സ്ഥലം എത്തി. എൻ്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ഇറങ്ങിയിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടുന്ന് 6 മൈൽ ഡിസ്റ്റൻസ് ഉണ്ട് ഓഫീസിലോട്ട്. എവിടെ എന്താ ഒരു പിടുത്തവുമില്ല. ഒരു ഹില്ലി ഏരിയയാണ്, കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് ഒരു ഹില്ലി ഏരിയയാണ്. തണുപ്പാണെങ്കിൽ ഒരു രക്ഷയില്ല. ആകെ ഒരു ഷർട്ടും ഒരു പാൻറ്റുമാണ് ഇട്ടേക്കുന്നത്. അതിനകത്തൂടെ തണുപ്പ് ഏതൊക്കെ രീതിയിൽ നമ്മളെ മരവിപ്പിക്കുക ആ രീതിയിലൊക്കെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു പോയാലെന്ന് വരെ ചിന്തിച്ച മൊമെൻ്റായിരുന്നു. എന്നിട്ടും മുന്നോട്ട് വെച്ച് പിടിച്ച് ഞാൻ അവിടെ വന്നിറങ്ങുന്ന ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നൊരു 10 മണി സമയത്തതാണ് ഈ ബസ്സിൽ നിന്ന് അവിടെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവിടുന്ന് ഈ പറയുന്ന 6 മൈലും നടന്നു. അപ്പോൾ ഈ ടാക്സിയൊക്കെ വിളിക്കുന്ന, അതിന് മുമ്പ് എനിക്ക് ഇവിടെ ടാക്സി വിളിച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല, അറിയത്തില്ല എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നടന്ന് ഏകദേശം ഒരു 1:30 മണിയായപ്പം ഞാൻ ഓഫീസിലെത്തി.
3 മണിക്കൂറെടുത്ത് ഞാൻ 3-3.5 മണിക്കൂറെടുത്ത് ഈ 6 മൈൽ നടന്നിട്ട് അവിടെ ചെല്ലാനായിട്ട്. അതും നടക്കുന്ന വഴിയിലൊക്കെ കൊച്ചു വഴിയാണ്, വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. നമ്മൾ കൈ കാണിച്ചൊക്കെ നോക്കി ആരും നിർത്തിയൊന്നുമില്ല. ഈ വണ്ടി വരുന്നതും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റോഡിൽ കൂടെ ഇറങ്ങി നടക്കാനായിട്ട്. ഇത്തിരി കഷ്ടമായിരുന്നു, ഇത്തിരി പാടായിരുന്നു നടന്നു പോകാൻ. എന്നിട്ടും അത് തരണം ചെയ്ത് അവിടെ ചെന്നു. റിസപ്ഷനിൽ ചെന്നു, സ്റ്റാഫിനെ കണ്ടു, ഇൻ്റർവ്യൂ പാനലിൽ ഒരാളുടെ പേര് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പുള്ളി എന്നെ കണ്ടു. എന്നെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു മീറ്റിംഗ് റൂമിലിരുത്തി. അത് കഴിഞ്ഞ് 2 മണിയായപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിൻ്റെ, അതും നല്ലൊരു ടീമായിരുന്നു. അവർ വന്നു. ആ റൗണ്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഈ കമ്പനി എന്താണോ, കമ്പനിയുടെ കാര്യങ്ങൾ എന്താണോ അതിനെ ബേസ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവരവരുടെ ഡ്രോയിങ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. നമ്മൾ ഡ്രോയിങ്സിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അവർ ഇൻ ഡീപ്പായിട്ട് നോക്കിയത്. അത് ഇതേണക്കൊരു 50-60 മിനിറ്റോളം, 1 മണിക്കൂറോളം അങ്ങനെ എടുത്തു ആ ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതേണക്ക് ഈ നടന്ന സംഭവം, ഈ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ഈ നടന്ന സംഭവം ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അതിൽ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്ന ഒരു പുള്ളിയുടെ കാറിൽ കയറ്റിയിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി. പോകുന്ന വഴിക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സെലക്റ്റഡ് ആണ്, പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ മെയിലും കാര്യങ്ങളും എച്ച്ആറിൻ്റെ അടുത്തുനിന്ന് വരും. ഇനി ഒരാളെയും കൂടി ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്, അതെങ്ങനെയാണെന്ന് അറിയില്ല, അതെങ്ങനെ കിടക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും നിൻ്റെ സെലക്ഷൻ. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 90% നീ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. ഞാൻ തിരിച്ചു പോയി. ഏതാണ്ടൊരു 4 ദിവസമോ ഒരാഴ്ച എടുത്തില്ല. ആ ഒരാഴ്ചക്കകത്ത് HR കോൺടാക്റ്റ് ചെയ്തു, വിളിച്ചിട്ട് പറഞ്ഞു ഇതേണക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്റ്റ് ബാക്കി കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യണം, നോർത്തിലാണ്, സൗത്തിലോട്ട് വരണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല, റീലൊക്കേഷനൊക്കെ ആസ് പെർ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വന്നോളാം. അങ്ങനെ അവർ 1 മാസം എനിക്ക് ടൈം തന്നു. ഞാൻ പക്ഷേ 1 മാസം എടുത്തില്ല. ഞാനൊരു വിത്തിൻ 2 വീക്സിനകത്ത് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ ഒരു നവംബർ 21-ാം തീയതി ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അതായത് 2021 നവംബർ 21. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു CSCS എന്നും പറഞ്ഞൊരു കാർഡുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് മല്ലടിച്ച് ഇതിനിടയ്ക്ക് നമ്മളുടെ പറയുന്ന കണക്കിൽ ലൈഫിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത കുറേ ഫാമിലി മൊമെൻറ്റ്സ് നമുക്ക് മിസ്സായതുണ്ട്. ഒന്നും ഒരിക്കലും നമുക്ക് ലൈഫ് ലോങ് നമുക്ക് തിരിച്ചു കിട്ടുന്ന മൊമെൻറ്റ്സ് അല്ല, പക്ഷേ അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചപ്പോഴും പിടിച്ചു നിന്നവരടുത്ത് നമുക്ക് ഒരു പിടിവള്ളി തന്ന് നമ്മളെ കയറ്റി മുന്നോട്ട് കൊണ്ടുപോയ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലുണ്ട്. അതുകൊണ്ട് ഈ തിരിച്ചു പോകാൻ നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് എത്ര സമയം ബാക്കിയുണ്ടോ ആ സമയം വരെ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം നമുക്കൊരു ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. അതിന് നമുക്ക് കിട്ടേണ്ട ഒരേ ഒരു സപ്പോർട്ട് ഈ പറയുന്ന കണക്കൊരു ഫാക്ടറാണ്. അത് തരാൻ പുള്ളിക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരും. ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന കമ്പനി, അന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ ലോകത്ത് നടക്കുന്ന ഹൈ പ്രൊഫൈലുള്ള സ്പോർട്ടിങ് ഇവൻറ്റ്സ്, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ്, അതിന് മുന്നേ നടന്ന ടോക്കിയോ ഒളിമ്പിക്സ്, ഇനി വരാൻ പോകുന്ന ഫിഫയുടെ ഫുട്ബോൾ വേൾഡ് കപ്പ്, ICCയുടെ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ്സ്, വിംബിൾഡൺ, പിന്നെ ഈ ഫോമുല 1, ഫോമുല E എന്ന് വേണ്ട ഇന്ന് ലോകത്ത് നടക്കുന്ന ഹൈ പ്രൊഫൈലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നടത്തിക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ഒരു നല്ലൊരു ഡിസൈൻ ടീമുണ്ട്, നല്ല ഒരു സ്ട്രക്ചറൽ എൻജിനീയറിംഗ് ടീമുണ്ട്. ആ ടീമിൻ്റെ കൂടെ ഒരു കുഞ്ഞു ഡിസൈനറായിട്ട് ഞാനിന്നിവിടെ ഇങ്ങനെ മുന്നോട്ട്. നിങ്ങളുടെ പദ്ധതി അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ ഈ രാജ്യത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സൈഡ് സെക്യൂറായിട്ട് സേഫായിട്ട് ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അത്രയും സേഫായിട്ട് ഇവിടുത്തെ രീതിക്കനുസരിച്ച് ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് മാത്രം ചെയ്യുക. അല്ലാതെ ഒരു ഡൈവേർഷൻ അതിനകത്ത് കൊടുക്കാതിരിക്കുക.